ഹൃദയത്തിലെ നിരൂപണങ്ങൾ ശരിയുള്ളതല്ലെങ്കിൽ തെറ്റുള്ളതാണെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ ധന്യമുള്ള തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശമരിയിലുള്ള ജനത്തോട് ഫിലിപ്പോസ് ദൈവവചനം പ്രസംഗിക്കുന്നു. അവരോട് സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെയുള്ള ജനം ദൈവവചനം കൈക്കൊണ്ട് സ്നാനമേറ്റു. അവർ ദൈവവചനത്തെ അനുസരിച്ചു. അതിനുശേഷമായി ശമരിയിലേക്ക് അപ്പോസ്തലന്മാരായ പത്രോസിനെയും യോഹന്നാനെയും അയക്കുന്നു. അവിടെയുള്ള ജനം മാനസാന്തരപ്പെട്ട് ദൈവവചനത്തെ ഏറ്റെടുത്ത് സ്നാനപ്പെട്ടെങ്കിലും അവർ പരിശുദ്ധാത്മാവിനെ അതുവരെയും പ്രാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ അവിടെയുള്ള ദൈവജനം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ശീമോൻ എന്നൊരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ 8-ന്റെ 13 വാക്യം വായിക്കുമ്പോൾ ഈ ശീമോൻ ദൈവവചനം ഏറ്റെടുത്ത് സ്നാനപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ ജനം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ ശീമോൻ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ദ്രവ്യം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവരുടെ അടുക്കൽ ചെല്ലുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ ശീമോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസ് ശീമോനോട് പറഞ്ഞു, നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകുമാറാകട്ടെ. കാരണം അവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ശരിയല്ലായിരുന്നു. അവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ വഷളത്വം നിറഞ്ഞതായിരുന്നു. ദൈവവചനം ഏറ്റെടുത്തെങ്കിലും ദൈവവചനത്തെ അനുസരിച്ച് സ്നാനമേറ്റെങ്കിലും അവന്റെ ഹൃദയം മടങ്ങിപ്പോകുവാനിടയായി. അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി. നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ ശരിയുള്ളതായിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ആത്മീയതയെ, പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു നേടുവാൻ കഴിയുമെന്നുള്ള അങ്ങനെയുള്ള ചിന്താഗതികൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഈ ദൈവവചനം. പണം കൊടുത്ത് ആത്മീയത്തെ നേടുവാൻ കഴിയുമെന്നുള്ള, പണം കൊടുത്ത് അധികാരങ്ങളെ നേടുവാൻ കഴിയുമെന്നുള്ള ചിന്തകൾക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഈ ദൈവവചനം. അധികാരങ്ങൾ ദൈവം നൽകുന്നതാണ്. അധികാരികളെ ദൈവമാണ് നിശ്ചയിക്കുന്നത്. ആര് അധികാരത്തിൽ വരണമെന്നും ഏത് അധികാരം നിങ്ങളുടെ മേൽ പകരണമെന്നും ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവത്തെ വിലയ്ക്ക് വാങ്ങുവാൻ, പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഈ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് ശീമോനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തന്നിലുള്ള ചില കുറവുകൾ പത്രോസ് ശീമോനോട് പറയുന്നു. ഒന്ന്, നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ശരിയല്ല. കാരണം പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു നേടുവാൻ സാധിക്കുമെന്നുള്ള നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ ശരിയുള്ളതായിരിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ചൊവ്വുള്ളതാണെങ്കിൽ ദൈവം അതിനകത്ത് പ്രസാദിക്കുന്ന ദൈവമാണ്. എന്നാൽ നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ശരിയുള്ളതല്ലെങ്കിൽ തെറ്റുള്ളതാണെങ്കിൽ ദൈവം അതിനകത്ത് പ്രസാദിക്കത്തില്ല. ദൈവം അതിനകത്ത് കരുണ നിന്നോട് കാണിക്കത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസ് ശീമോനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശീമോനിൽ ഉള്ള ചില കുറവുകൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ദൈവവചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നു. അതൊന്ന്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. അതിന്റെ 21-ാം വാക്യമാണ്. അതിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് വരുമ്പോൾ നീ വഷളത്വം വിടണം. ഒന്ന്, നിന്റെ ഹൃദയം നേരുള്ളതല്ല, നിന്റെ ഹൃദയം നേരുള്ളതാക്കണം. 2, നീ വഷളത്വം വിടണം. 3, നീ മാനസാന്തരപ്പെടണം. 4, നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. 5, നിന്റെ ഹൃദയത്തിലെ നിരൂപണം കയ്പുള്ള പകയും അനീതിയും നീ വിട്ടുകളയണം. കയ്പുള്ള പക എന്ന് പറഞ്ഞാൽ കടുത്തതായ പക, ഹൃദയത്തിനകത്തുള്ള കടുത്ത പക, അനീതി, ഇത് വിട്ടുമാറണമെന്ന് ദൈവവചനം ഷീമോനോട് പത്രോസ്
അമ്മയെ കൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളഞ്ഞ് നിന്റെ ഹൃദയം ചൊവ്വുള്ളതാണെങ്കിൽ നീ കർത്താവിനോട് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നിനക്ക് വിടുതലുണ്ടാകാം. ആ ബന്ധനത്തിനകത്തുനിന്ന് അനീതിയുടെ ബന്ധനത്തിൽ നിന്ന് നിനക്കൊരുപക്ഷെ വിടുതൽ ലഭിക്കുമെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകലിലും നമ്മോടും ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, നാം ദൈവവചനത്തെ അനുസരിച്ച് ഒരു മാനസാന്തര ഹൃദയത്തിൽ ഏതെങ്കിലും തെറ്റുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് ദൈവം മറുപടികളെ നൽകും. പ്രാർത്ഥന, മാനസാന്തരപ്പെട്ടുള്ള പ്രാർത്ഥന മാത്രമാണ് ഇവിടെ പരിഹാരമായി പത്രോസ് ശീമോനോട് പറയുന്നത്. ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. അവസാനമായി ശീമോൻ അപ്പോസ്തലന്മാരോട് പറയുന്നതും അതുതന്നെയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ആമേൻ. ആ തെറ്റ് തനിക്ക് മനസ്സിലായത് മുഖാന്തരമായി ശീമോൻ അപ്പോസ്തലന്മാരോട് പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോസ്തലന്മാർ ശീമോനോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിപ്പീൻ. അവസാനമായി ശീമോൻ അപ്പോസ്തലന്മാരോട് പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന മാത്രമാണ് ഇതിനുള്ള പരിഹാരമെന്ന്, നിന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടുള്ള പ്രാർത്ഥന, ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന, തെറ്റു മനസ്സിലാക്കിയുള്ള പ്രാർത്ഥന മാത്രമാണ് ഇതിനുള്ള പരിഹാരമെന്ന് താൻ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാരണത്താൽ ദൈവവചനത്തിൽ നിന്ന്, ദൈവ വഴികളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥന കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ പാപങ്ങളെ ക്ഷമിച്ച് നിന്റെ ഹൃദയ നിരൂപണങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കും. നിന്റെ ഹൃദയ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ നേരുള്ളതാകട്ടെ, ചൊവ്വുള്ളതാകട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.